ഹായ് കൂട്ടുകാരെ, ഇന്നത്തെ കഥ ശ്രദ്ധിച്ചു കേൾക്കണേ. കിട്ടു ആനയും മിട്ടുമുയലും, കാടിന്റെ രക്ഷകർ. പണ്ട് പച്ചപ്പും കുളിർമയുമുള്ള ഒരു വലിയ കാട്ടിൽ കിട്ടു എന്നു പേരുള്ള ഒരു ആനക്കുട്ടിയും മിട്ടു എന്നു പേരുള്ള ഒരു മുയലും താമസിച്ചിരുന്നു. കിട്ടുവിന് വലിയ ശരീരവും നല്ല കരുത്തുമുണ്ടായിരുന്നു. പക്ഷേ അവൻ പാവമായിരുന്നു. മിട്ടു ആകട്ടെ വളരെ ചെറുതാണെങ്കിലും നല്ല ബുദ്ധിയുള്ളവനും എന്തിനും ഏതിനും മുൻപന്തിയിൽ നിൽക്കുന്നവനുമായിരുന്നു. അവർ രണ്ടുപേരും അടുത്ത സുഹൃത്തുക്കളായിരുന്നു. ഒരിക്കൽ കഠിനമായ വേനൽക്കാലത്ത് കാട്ടിലെ ഏക ജലസ്രോതസ്സായ പുഴ വറ്റിപ്പോയി. വെള്ളമില്ലാതെ മരങ്ങളും ചെടികളും ഉണങ്ങിത്തുടങ്ങി. മൃഗങ്ങളെല്ലാം ദാഹം കൊണ്ടു വലഞ്ഞു. പലരും ദൂരസ്ഥലങ്ങളിലേക്ക് പലായനം ചെയ്യാൻ ആലോചിച്ചു. എന്തുകൊണ്ടാണ് പെട്ടെന്ന് പുഴ വറ്റിപ്പോയത്? മിട്ടു സംശയിച്ചു. അവർ പുഴയുടെ ഉത്ഭവം തേടി മലമുകളിലേക്ക് യാത്ര തിരിച്ചു. കുറേ നേരം നടന്നപ്പോൾ അവരൊരു വലിയ ഗുഹയുടെ അടുത്തെത്തി. അവിടെ വലിയ പാറക്കൂട്ടങ്ങൾ ഇടിഞ്ഞു വീണ് പുഴയുടെ വഴി പൂർണ്ണമായും തടഞ്ഞിരിക്കുന്നു. കിട്ടു തന്റെ വലിയ തുമ്പിക്കൈ കൊണ്ട് ആ പാറകൾ തള്ളിമാറ്റാൻ ആവുന്നത്ര ശ്രമിച്ചു. പക്ഷേ പാറകൾ അനങ്ങുന്നു പോലുമില്ലായിരുന്നു. കിട്ടു തളർന്നിരുന്നു പോയി. എനിക്കിത് മാറ്റാൻ പറ്റുന്നില്ല മിട്ടു, ഞാൻ പരാജയപ്പെട്ടു, കിട്ടു സങ്കടത്തോടെ പറഞ്ഞു. എന്നാൽ മിട്ടു വിട്ടുകൊടുക്കാൻ തയ്യാറല്ലായിരുന്നു. അവൻ പാറകൾക്ക് ചുറ്റും ഓടി നടന്ന് പരിശോധിച്ചു. അവൻ കണ്ടു, വലിയ പാറകളെല്ലാം താങ്ങി നിൽക്കുന്നത് ഇടയിലുള്ള ഒരു ചെറിയ കൂർത്ത കല്ലിലാണ്. ആ കല്ല് മാറ്റിയാൽ ബാക്കിയുള്ളവ തനിയെ താഴെ വീഴും. മിട്ടു ആ ഭാഗം കിട്ടുവിന് കാണിച്ചു കൊടുത്തു. കിട്ടു, ഈ ഒരു കല്ലിൽ മാത്രം നിന്റെ മുഴുവൻ ശക്തിയും ഉപയോഗിച്ച് ഒന്ന് തള്ളൂ. കിട്ടു തന്റെ തുമ്പിക്കൈ കൊണ്ട് ആ ചെറിയ കല്ലിൽ ആഞ്ഞു തള്ളി. മിട്ടു പറഞ്ഞത് ശരിയായിരുന്നു. പെട്ടെന്നൊരു വലിയ ശബ്ദത്തോടെ ആ കൂർത്ത കല്ല് തെറിച്ചുപോയി. അതോടെ വലിയ പാറക്കൂട്ടങ്ങൾ ഇടിഞ്ഞു വീഴുകയും തടഞ്ഞു നിന്നിരുന്ന വെള്ളം വലിയ ആവേശത്തോടെ താഴേക്ക് ഒഴുകാൻ തുടങ്ങുകയും ചെയ്തു. പുഴ വീണ്ടും നിറഞ്ഞു കവിഞ്ഞു. വെള്ളം ഒഴുകിയെത്തിയതോടെ കാട് വീണ്ടും സുന്ദരമായി. എല്ലാ മൃഗങ്ങളും സന്തോഷിച്ചു. കിട്ടുവിന്റെ കരുത്തും മിട്ടുവിന്റെ ബുദ്ധിശക്തിയും ചേർന്നപ്പോൾ തങ്ങളുടെ കാട് രക്ഷിക്കപ്പെട്ടുവെന്ന് എല്ലാവരും മനസ്സിലാക്കി. അന്നുതൊട്ട് കിട്ടുവും മിട്ടുവും കാട്ടിലെ ഹീറോകളായി മാറി. ഗുണപാഠം: ബുദ്ധിയും കരുത്തും ഒത്തുചേർന്നാൽ ഏത് വലിയ വെല്ലുവിളിയെയും അതിജീവിക്കാൻ സാധിക്കും. ഈ മായാജാല കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. കൂടുതൽ കഥകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യൂ. നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ഭാഗം കമന്റിൽ പറയൂ. പുതിയ കഥകൾക്കായി ഫോളോ ചെയ്യൂ.